ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. നമ്മളിവിടെ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനാണ്. ഇപ്പോൾ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. വേൾഡ് നെയിം ജിന്ന് കിടക്കട്ടെ. സർവൈവൽ, നോർമൽ, അഡ്വാൻസ്ഡായിട്ട് കോർണേഴ്സ് ഓൺ ആക്കുന്നുണ്ട്. പിന്നെ എത്ര ദിവസം പ്ലേ ചെയ്യുന്നുള്ളത് ഓണാക്കുന്നുണ്ട്. വേറെ റിസോഴ്സ് പാക്ക് നോക്കുവാണെങ്കിൽ ആക്റ്റീവായിട്ട് ഇത്രയാണ് ഞാൻ ആക്റ്റീവ് ചെയ്യാൻ പോകുന്നത്. സ്ലോ വനില്ല, പിന്നെ ഓവർഗ്രോൺ മോഡൽസ് പാക്ക്, പിന്നെ ബെറ്റർ ലിവ്സും കാര്യങ്ങളൊക്കെ. വേറെ രണ്ടെണ്ണം ഞാനത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. നമ്മുടെ വേൾഡ് അങ്ങനെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്പൂസിൻ്റെ ഒരു ഫോറസ്റ്റാണ് ഓണായിട്ടിരിക്കുന്നത്. അതിലും ഒരു നല്ല തുടക്കമായിരിക്കട്ടെ. അവിടെ നമ്മൾ കോളൊക്കെ കാണുന്നുണ്ട്. നമുക്കൊരു ചെറിയ മരം ഇടിച്ച് കൊള്ളാമല്ലോ. മരം ഇത് തന്നെ ഇടിച്ചങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ഇതും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മരം ഇടിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അവിടെ അടുത്ത് തന്നെ സ്റ്റോൺ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോൺ ടൂളിലോട്ട് മാറിയേക്കാം. PvP അത്ര ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൂള് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഒരു 4 തവണ ചാകേണ്ടി വരും. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിക്കേഴ്സ് ഉണ്ടാക്കിട്ടെ നമുക്ക് കോളല്ലെങ്കിൽ മൈൻ ചെയ്തെടുത്തേക്കാം. ടോർച്ച് ഉണ്ടാക്കാനും ഫ്യൂലിനൊക്കെ അത്യാവശ്യമായിരിക്കും. പിന്നെ ഞാൻ ഒന്ന് മൈൻ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൽക്കാലം ആവശ്യമുള്ള കോള് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി നോക്കട്ടെ വേറെ ഉണ്ടോന്ന്. വേറെ ഇവിടെ ഇതിൻ്റെ വീട്ടിൽ ഇതും കൂടെ കാണുന്നുണ്ട്. ഇതും കൂടെ മൈൻ ചെയ്തേക്കാം. പിന്നെ ഇവിടെ താഴെയും കാണുന്നുണ്ട്. ഓക്കെ, ഇതും കൂടെ ഞാൻ മൈൻ ചെയ്തിട്ട് വരാം. ഗൈസ്, നമുക്കിപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കോള് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല സ്ഥലമാണ്. കറക്റ്റ് വീട് വെക്കാൻ പറ്റിയ സ്പോട്ടിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അത് നമ്മൾ സ്പോണിൽ നിന്ന് ഒത്തിരി ദൂരം പോകാതെ ഇവിടെ തന്നെ അങ്ങ് തമ്പടിച്ചാലോ, നല്ലതായിരിക്കും. അതിലും സ്പോണിൽ നിന്ന് ഒത്തിരി ദൂരം പോകുന്നതിലും നല്ലതല്ലേ. ഈ ഗ്രാസ് ഇല്ലേ, ഇത് ഈ സംഭവം, ഈ ടെക്സ്ചർ അതെനിക്കിഷ്ടമല്ല. നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ കുറച്ച് മുന്നേ വെട്ടിയ മരത്തിന് സാപ്ലിങ്സ് ഒന്നും വേണില്ലേ. അതിലും കുറച്ച് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ഏരിയയിലോട്ട് പോയി നോക്കാം. അവിടെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് രാത്രി ആകുമ്പോൾ തന്നെ എന്തായാലും ഒരു 3 ഷീപ്പിനെ കണ്ടുപിടിക്കണം. കാരണം ഉറങ്ങണ്ട. ഞാൻ PvPയിൽ പ്രോ ആയതുകൊണ്ട് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ പിക്കാക്സ് കൊടുക്കണം വരെ കുറച്ച് കോള് കളക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റോണ് കളക്ട് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ പറ്റുന്ന എത്ര ഇതും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് സ്റ്റോൺ ടൂളിലോട്ട് തന്നെ ഇപ്പോഴാണ് മാറിയേക്കാം. ഒരു സോഡ് സ്റ്റിക്കില്ല, സ്റ്റോൺ, ഒരു ആക്സ്, പിന്നെ പിക്കാക്സ്. നമുക്ക് ആവശ്യത്തിനുള്ളത് കുറച്ചായിട്ടുണ്ട്. ഒരു തൽക്കാലത്തിന് കുറച്ച് ടോർച്ചർ ഉണ്ടാക്കി വെച്ചേക്കാം. കുറച്ചുകൂടി ഇരിക്കട്ടെ. ഓക്കെ, അത് മതി. ഇവിടുന്ന് ഒരു മരം വെട്ടി എൻ്റെ സാപ്ലിങ്സും കൂടെ ആയിട്ട്. സാപ്ലിങ്സ് ആണോ അത്? അവിടെ സ്പൂസ് നിൽപ്പുണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന വുഡും അതായിരിക്കും. പിന്നെ ഇത് നമുക്ക് പിന്നെ വന്നെടുക്കാം. ഇത് മോസി കോബിൾ സ്റ്റോൺ. അവിടെ എന്താണ്? ഒന്നുമില്ല. ഒരു ഇതിനെ കാണുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇവിടെ നമ്മുടെ റസേലിയൻ നിൽപ്പുണ്ട്.
ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇത് കിട്ടും. നമുക്ക് പിന്നെ കുറച്ചും കൂടെ ആർമറൊക്കെ ആയിട്ട് വരാം. അല്ലാതെ ഇപ്പോഴും അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് ധൈര്യമില്ല. അല്ലെങ്കിലും ധൈര്യമില്ല. നമുക്ക് എന്തായാലും അപ്പുറം സൈഡിലൊന്ന് പോയി നോക്കാം അവിടെ എങ്ങനെയാണെന്ന്. ആ സ്ഥലം കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇപ്പറേ വന്നിട്ടുണ്ട്. കയറി നോക്കാൻ സ്ഥലം കണ്ടു. നമുക്ക് എൻ്റെ അവിടെ നമ്മുടെ ആദ്യത്തെ അയൺ നമ്മളവിടെ കാത്തിരിപ്പുണ്ട്. പിന്നെ ഈ സ്ഥലം കൊള്ളാം. ഇത് ഒരു ദ്വീപ് പോലെയാന്ന് തോന്നുന്നു. അപ്പുറം സൈഡിലൊന്ന് പോയി നോക്കാം. അവിടെ മറ്റേ പട്ടി. ഓ, ഇത് നനഞ്ഞപ്പോൾ അതിൻ്റെ കളർ മാറി കേട്ടോ. മറ്റേ ഇത് പുതിയ മറ്റേ ഡോഗാന്ന് തോന്നുന്നു. നനവ് ദേഹത്തൊന്ന് മാറിയാലേ നമുക്കത് മനസ്സിലാവും. അതല്ലേ ഇപ്പോൾ കുടഞ്ഞേ, അതിനാ കളറാന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമുക്കവിടെ കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. വേണ്ടതേ ഉള്ളൂ, അതെടുത്തേക്കാം. ഇവിടെ ഒരു ആളിനെ കാണുന്നില്ലല്ലോ. നമുക്ക് ബെഡ് വേണം. ഷീപ്പ് നിൽപ്പുണ്ട്. 2 ഷീപ്പുണ്ട്. ഈ ഒരെണ്ണത്തെ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞ PvP പ്രോയാന്ന്. ഇത് ഫുഡൊന്നും ഇപ്പം ഉണ്ടല്ലോ അവിടെ. അതെന്തായാലും നന്നായി. പിന്നെ ഇവിടെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് ആദ്യത്തെ സർവൈവലിന് അത് ആവശ്യമല്ലേ. ആ സ്ഥലം കൊള്ളാമല്ലേ. പക്ഷെ അവിടെ വീട് വെച്ചാൽ ബാക്കിയെല്ലാം വെള്ളത്തിലോട്ട് ഇറക്കി പണിയേണ്ടി വരും. നല്ലതായിരിക്കും അല്ലേ. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. ഈ കുഴി ജസ്റ്റ് മിസ്. എന്തായാലും നമുക്ക് ഇതെല്ലാം എടുത്തേക്കാം. ഇത് ഫുഡിനാവും. ഇതിൻ്റെ പേരെന്നാണ്? ബെറി അല്ലേ ഇത്? സ്വീറ്റ് ബെറീസ്. ഓക്കെ. ഒരു വൂളും കൂടി കിട്ടുമായിരുന്നെങ്കിൽ സന്തോഷമായേനെ. ചിക്കനൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഒരു വൂള്. ഒരു ഷീപ്പ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഈ സ്ഥലം ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ഇവിടെ ഒരുപാട് പണിയുണ്ടല്ലോ. എന്തായാലും രാത്രിയായി തുടങ്ങി. നമുക്ക് പെട്ടെന്നൊരു ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ നേരെ താട്ട് നമുക്ക് കുഴിച്ചിട്ട് മൈനിങ്ങിന് പോകാം. അല്ലാതെ ഈ രാത്രി സർവൈവ് ചെയ്യാൻ വേറെ വഴിയൊന്നും കാണുന്നൊന്നുമില്ല. ഓ, ഷിപ്പ്. ഓ, ലാഗടിച്ച്. കിട്ടി. പെട്ടെന്ന് എൻ്റെ ഫുഡില്ലെന്ന് തോന്നുന്നു. കറക്റ്റ് ഫുഡുള്ളു. ബെഡ്. അടുത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് അതിൻ്റെ മരത്തിന് മണ്ടയിലോട്ട് കയറാം. എന്നെ കണ്ടോ? കൊന്നു. ഇനി കിടക്കാൻ പറ്റുമോ ഇവിടെ? നോക്കട്ടെ. ഓ, ഈ ലീഫിൻ്റെ മണ്ടയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. പിന്നെ ഒരു ഗതികളാണ്. ഇറങ്ങി രക്ഷപ്പെട്ട്. എന്തായാലും ആദ്യ ദിവസം തന്നെ എന്തിൻ്റെയും കൈ കൊണ്ട് ചത്തില്ല. എന്തായാലും ഇവിടം വരെ കയറിയില്ല. നമുക്ക് എന്തായാലും ഈ മരം അങ്ങ് വെട്ടിയെടുത്തേക്കാം. ഫുഡില്ല കയ്യിൽ. നമ്മുടെ ഇവിടെ നിന്ന് അയൺ എടുക്കാതെ പോയാൽ നന്നായി കേട്ടോ തിരിച്ചു വന്നേ.
ലൈനും എടുത്തില്ല, ഇവിടെ ഉണ്ടായിരുന്ന കോളും എടുത്തില്ല. അതും കൂടി എടുത്തുകൊണ്ട് നമുക്ക് എടുത്തിട്ട് നോക്കാം. പറ്റുവാണെങ്കിൽ ഇവിടെ തന്നെ പഠിക്കാം. അത് അത്യാവശ്യം വലിയൊരു കോളായിരുന്നു കേട്ടോ. ഓക്കെ, ആ ഒറ്റവണ്ണത്തിൽ നിന്ന് കുഴിച്ചു പോയതാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇത്രയും കുഴി ഇവിടെ. നമുക്ക് മണ്ടക്കോട്ട് കയറാം. നമ്മുടെ ആദ്യത്തെ അയണും കൂടെ നമുക്ക് അങ്ങ് കുഴിച്ചെടുത്തേക്കാം. ഇതും അതുപോലെ തന്നെ കാണണേ. ഓ, എവിടുന്ന് ഒറ്റരണം. ഓക്കെ, ഇപ്പം ഈ സ്ഥലം കൊള്ളാം എന്തായാലും. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ ഒന്ന് നൈസായിട്ട് ഒന്ന് ടെറാഫോം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ബിൽഡിങ്ങൊക്കെ ചെയ്യാം. സോ നമുക്കിവിടെ തന്നെ കൂടാം. നമുക്ക് തൽക്കാലത്തേക്കൊരു ടെൻറ്റ് പോലെ നമുക്ക് ഈ താഴെ പണിയാം. നമുക്കിവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ശത്രുക്കളാ അവരോട് ഫൈറ്റാന്ന് തോന്നുന്നു. പോയി കാണാം കണ്ടോ. കൊതുക്. ഓ, അതിനിട്ട് ഓടിക്കും കേട്ടോ. കൊണ്ട് വരേ നമ്മൾ മറ്റേ പൂച്ചകളൊക്കെ വഴക്ക് കൂടുമ്പോൾ നമ്മൾ ഓടിച്ചു കൊടുത്തില്ലേ. എന്താ വെള്ളത്തിട്ടും വിടുന്നില്ല കേട്ടോ. നമ്മളിൽ ആര് ജയിക്കും? എന്തായാലും കുറുക്കൻ എന്തായാലും തിരിച്ച് അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പേടിച്ച് ഓടുക. നമുക്ക് പോയി നമ്മുടെ പണി തീർക്കാം. ഓക്കെ, ഈ മരം കൂടെ കൊട്ടേക്കാം. ഇനി അവിടെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല എവിടെ പീസ് വെക്കുമെന്ന്. ഒരു ചെറിയ സീനുണ്ട്. ഈ മരം എന്തായാലും ഇവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ബേസ് ഇവിടെ നമുക്ക് കുറച്ച് ടെമ്പററി ബ്ലോക്ക് വേണം. അതറിയാതെ അവിടെ വെച്ച് പോയി. തിരിച്ചെടുത്താൽ നാല് നോക്കത് മതി. ഇരുന്നോട്ടെ ഇവിടെ. എന്തുവാടെ വന്ന് നോക്കി നിൽക്കുന്നത്? എൻ്റെ ഒന്നും ഇല്ല തരാം. പോകുമ്പോട്ടെങ്ങനെ നമുക്ക് അകത്തൊരു 1 2 3 4 കാണും. അകത്ത് 3 ബ്ലോക്ക് പോയി. 5 വിട്ട് 6ൻ്റെ അവിടെ നമുക്കവിടെ ശരിയാകാം. അത് ഒരെണ്ണം കൂടെ വേണം. പൊളിച്ചിട്ട് ഇതും കൂടെ വെക്കുമ്പോൾ അപ്പോൾ ഓക്കെ. പറിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് ഇനി മണ്ടക്കോട്ട് പണിയണം. ഇതിൽ ഞാൻ നമ്മുടെ ചെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെയല്ല വെച്ചേക്കുന്നത്. അതിന് പോയിട്ട് ബാക്കിയൊക്കെ എടുത്തേക്കാം. അതിനകത്തുള്ള ബാക്കി വുഡും പിന്നെ കോർണേഷൻ ഇരിക്കുന്നവർ എടുത്തുകൊണ്ട് പറയാം. അപ്പോൾ നമുക്ക്
4 1 2 3 1 2 ടെമ്പററി ആയിട്ട് പറ്റുന്നേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഇതുപോലെ കൊണ്ടുവെക്കുക. അപ്പം നമ്മൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ പണിയുന്നതേ ഉള്ളൂ. നമ്മൾ വലിയ ഇതായിട്ടൊന്നും പണിയാനിപ്പോൾ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു ബേസ് എത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിൽഡ് ചെയ്യാൻ എത്ര പ്രോയൊന്നും അല്ല, സോ അതുകൊണ്ട് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. എവിടെയും കൂടെ വെച്ചേക്കാം. എന്താ ഞാൻ ഇത് പണിതിട്ട് കാണിക്കാം. നിങ്ങളിങ്ങനെ കണ്ടുവന്നപ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം മൊത്തം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഇവിടെ പിന്നെ എന്തെങ്കിലും വെച്ചൊക്കെ അടയ്ക്കണം. ഇത് കണ്ടില്ലേ, ഡ്രോണുകൾ അല്ലെങ്കിൽ കയറുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അപ്പം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡോക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ബോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഒരു സാധാ ഒരു ടെൻറ്റ് പോലെയാണ് പണിതിരിക്കുന്നത്. പിന്നെ വെളിച്ചമ്മ ഒരു ഭംഗിക്ക് 2 ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അകത്ത് ബെഡ്, ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ നമ്മുടെ ഫർണസ്. പിന്നെ ഇതിനകത്ത് ചെസ്റ്റ് വെച്ചിട്ട് തുറക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ബാരൽസ് ഒക്കെ കൂടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ അറ്റത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയല്ല ഞാൻ ഏറെക്കുറെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ടക്കോട്ട് കയറാൻ നമ്മുടെ മെയിൻ ബേസ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവനെന്നാ ഇവൻ്റെ ലാമയൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നു ഇവിടെ. എന്നാ ഉള്ള സീപ്പിക്കിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ എമറാൾഡ് ഒന്നും ഇല്ലല്ലോ. തൽക്കാലം പോകാനില്ല, പോട്ടെ. നമുക്കിവിടുന്ന് ഇങ്ങനെ കയറാനൊരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടഡ് ബേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ രാത്രിയായി തുടങ്ങുന്നുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം. എന്തായാലും നമ്മൾ പതിയെ ആയിരിക്കും സീരീസ് കൊണ്ടുവന്ന്, പെട്ടെന്ന് തീർക്കാൻ താല്പര്യമില്ല. ചെറിയ എപ്പിസോഡുകളായിരിക്കും. അപ്പം ഓക്കെ, ബൈ.